നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വന്തം. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സമനില. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായിട്ട് 1-1 സമനിലയിൽ തുടർച്ചയായ രണ്ടാം വിജയത്തിന് തൊട്ടരികിലെത്തിയതാണ്. അവസാനം ഗോൾ കീപ്പർ വരുത്തിയ മിസ്റ്റേക്ക് എന്ന് ഞാൻ പറയൂ. സില്ലി വേ ഓഫ് കൺസീഡിങ് എ ഗോൾ എന്ന് വേണം പറയാൻ. പെനാൽറ്റി ബോക്സിന് പുറത്തേക്ക് അദ്ദേഹം ഓടി വന്നു. പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, ബോക്സിൽ വെച്ചുകൊണ്ട് പുറത്തേക്ക് തല ഇങ്ങനെ മുന്നോട്ട് ഡൈവ് ചെയ്ത് ഹെഡ് ചെയ്ത് അകത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം. പക്ഷേ ബോൾ നേരെ എതിരാളികൾക്ക് കിട്ടി. അവർ പോസ്റ്റിലേക്ക് അടിച്ചു, ബാറിനടിച്ച് മടങ്ങിയത് വീണ്ടും വലയിലേക്ക് അടിച്ചു. ഒഴിഞ്ഞു കിടക്കുന്ന പോസ്റ്റിലേക്ക് ഗോൾ അടിച്ചുകൊണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ താരം അത് സമനിലയാക്കി മാറ്റുന്ന കാഴ്ച. ബ്ലാസ്റ്റേഴ്സ് അടിച്ച ഗോൾ ഓൺ ഗോൾ അല്ലേ എന്ന് ചോദിക്കാൻ ആളുടെ ഓൺ ഗോളാണ്. പക്ഷേ അതിനുവേണ്ടി ബ്ലാസ്റ്റേഴ്സിന് താരങ്ങൾ നടത്തിയ കമ്മിറ്റ്മെൻറ്റിന് കൈയടിക്കണം. ആ ഓവർ ഹെഡ് കിക്കൊക്കെ മികച്ചതായിരുന്നു. അങ്ങനെയാണ് അത് തട്ടിത്തെറിച്ച് വലയിലേക്ക് പോയത്. അതുപോലെ ബ്ലാസ്റ്റേഴ്സ് എടുത്ത ആ സെറ്റ് പീസ് അതൊക്കെ തീർച്ചയായിട്ടും പോസിറ്റീവാണ്. പിന്നെ ഫാലു എന്തൊരു ആത്മാർത്ഥതയിലാണ് അദ്ദേഹം കളിക്കുന്നത്. കളി കഴിഞ്ഞിട്ട് ഗോൾ കീപ്പറായിട്ട് അദ്ദേഹം സംസാരിക്കുന്നത് കാണാം അർഷേക്കുമായിട്ട്. ആ ഒരു ഗോൾ വഴങ്ങിയതിനെ കുറിച്ചാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിൽ വരുത്തിയ മിസ്റ്റേക്കിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് 1-1 സമനിലയിലാണ് പിരിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ കളിയിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11 യോക്കും അതുപോലെ തന്നെ ബെർത്തോമിയും ഒക്കെ ഒരുമിച്ചിറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കളിയിൽ ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് 41-ാമത്തെ മിനിറ്റിലാണ് ഞാൻ പറഞ്ഞ ആ ഓവർ ഹെഡ് കിക്കും അതിനെ തുടർന്ന് പന്ത് വലയിലേക്ക് തട്ടിത്തെറിച്ചതും ആൻഡിയുടെ ഓൺ ഗോളായിട്ടാണത് രേഖപ്പെടുത്തിയത്. കേരള ബ്ലാസ്റ്റേഴ്സ് 1 ഗോളിന് മുന്നിലായി. രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ ബ്ലാസ്റ്റേഴ്സ് വരുതിയിലാക്കുന്നു എന്ന് തോന്നിയതാണ്. ആ ഒറ്റ ഗോളിന് ബ്ലാസ്റ്റേഴ്സ് വിജയിക്കും എന്ന് തോന്നിയതാണ്. പക്ഷേ അവസാന ഘട്ടത്തിൽ ലാൽ ബിയാങ്കിനിയയുടെ ഗോളിൽ അത് സമനിലയായിപ്പോയി. ആ ഗോൾ വന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്, ഗോൾ കീപ്പറുടെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞത്. ഏതായാലും 1-1 സമനിലയിലാണ് മത്സരം അവസാനിച്ചത്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ 9 കളികളിൽ നിന്ന് 1 വിജയം, 2 സമനില, അങ്ങനെ 5 പോയിൻ്റായിട്ട് ബ്ലാസ്റ്റേഴ്സ് 13-ാം സ്ഥാനത്ത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.